ഹായ്, നമസ്കാരം കൂട്ടുകാരെ. നിറക്കുടുക്കയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു കഥ പറയാം. ഇപ്പോൾ അതിഭയങ്കരമായ ചൂടല്ലേ? ഓരോ വെള്ളത്തുള്ളിയും എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന കാലം. അതോർമ്മിപ്പിക്കുന്ന ഒരു കൊച്ചു കഥയാണ് ഇന്നത്തേത്. മരത്തിലെ കിളിക്കുളം, അതാണ് കഥയുടെ പേര്. ഒരിടത്തൊരിടത്ത് 4 കരിയിലക്കിളികളും 2 കാക്കത്തമ്പുരാട്ടികളും 2 അണ്ണാറക്കണ്ണന്മാരും വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്നു. അവരെല്ലാവരും കൂടി തീറ്റ തേടി പലയിടത്തും പോകും. വളരെ സന്തോഷത്തോടെ അവർ സമയം ചെലവഴിച്ചിരുന്നു. ഒരു ദിവസം ആ നാടാകെ കനത്ത വേനൽ പടർന്നു. കുളങ്ങളും കിണറുകളും എല്ലാം വറ്റി. വെള്ളം കിട്ടാതെ എല്ലാ ജീവികളും വിഷമിച്ചു. കൂട്ടിൽ കാത്തിരുന്ന കരിയിലക്കിളികളുടെ കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ തളർന്നു. അവരെ കണ്ട കാക്കത്തമ്പുരാട്ടിമാർക്ക് ഏറെ വേദനയായി. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം, വെള്ളം കണ്ടെത്തണം. അവർ തീരുമാനിച്ചു. അവരാ നാടാകെ പറന്നു നടന്നു. ഉയർന്നും താഴ്ന്നും പറന്നു. എവിടെയും വെള്ളം കിട്ടിയില്ല. കുറച്ചു ദൂരം കൂടി പറന്നപ്പോൾ പെട്ടെന്ന് താഴെ അങ്ങു ദൂരെ ഒരു വീട്ടുവളപ്പിൽ ഒരു ചെറിയ മാവിൽ കെട്ടിത്തൂക്കിയ മൺചട്ടിയിൽ വെള്ളം തിളങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. അത് കണ്ട് ഏറെ പ്രതീക്ഷയോടെ അവർ അങ്ങോട്ട് പറന്നു. ഹായ്, ഇത് നമുക്ക് വേണ്ടിയാണ്. ഇത് നമുക്ക് വേണ്ടി ഈ വീട്ടുകാർ കരുതി വച്ചിരിക്കുന്നതാണ്. കിളികൾക്കത് മനസ്സിലായി. ഉടൻ തന്നെ അവർ തിരിച്ചു പറന്നു. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവർ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പിന്നാലെ കരിയിലക്കിളികളും അണ്ണാറക്കണ്ണന്മാരും എത്തി. മരത്തിൽ തൂക്കിയിട്ടിരുന്ന ആ മൺചട്ടിയിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിച്ചു. ചൂടകറ്റാൻ കുളിച്ചു, കളിച്ചു. അങ്ങനെ ആ മൺചട്ടി കിളിക്കുളമായി മാറി. പിന്നെ അവിടെ ആകെ ഒരു ഉത്സവമേളം തന്നെയായിരുന്നു. ചിലർ പറന്നു കളിച്ചു, ചിലർ അവിടെ കിടന്ന പഴങ്ങളും ധാന്യങ്ങളും കൊത്തിപ്പെറുക്കി, ചിലർ ആ വീട്ടിലെ കാറിൻ്റെ കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ടിട്ട് അത് മറ്റൊരു പക്ഷിയാണെന്ന് കരുതി അതുമായി സംസാരിച്ചു, അതിനെ കൊത്തി. എന്താ ഒരു സന്തോഷം! ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ കൂട്ടുകാരെ. ആ വീട്ടുകാർ വെള്ളം വെച്ചിരുന്നില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായേനെ? അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ വേനൽക്കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്തും പക്ഷികൾക്കും ചെറുജീവികൾക്കുമായി ഒരു പാത്രം വെള്ളം കരുതി വയ്ക്കണം. എങ്കിൽ കിളികളുടെ പാട്ടുകളും അണ്ണാറക്കണ്ണൻ്റെ ചിൽച്ചിൽ ശബ്ദങ്ങളും അവരുടെ സന്തോഷവും എല്ലാം നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അതെല്ലാം എന്ത് രസമായിരിക്കും അല്ലേ? നമ്മളെപ്പോലെ തന്നെ അവരുടെ ജീവനും ഏറെ വിലപ്പെട്ടതല്ലേ? മാത്രമല്ല, വെള്ളം വളരെ വിലപ്പെട്ടതാണ്. അതൊരിക്കലും പാഴാക്കുകയും അരുത്. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണാം.